ഒരു പട്ടി ഷോ. ഓക്കെ, സോ യെസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ റിവ്യൂ ബ ബ ബ ഓക്കെ, എല്ലാവരും വെയിറ്റിംഗ് ആണെന്നറിയാം. അത്രയ്ക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഹൈപ്പിൽ വന്നൊരു പടം തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടനും കൂടെ ഉള്ളതുകൊണ്ട്. പിന്നെ ഈ കേസും കോൺട്രവേഴ്സിയും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഹൈപ്പുള്ളൊരു മൂവി തന്നെയായിരുന്നു. അപ്പം ഫസ്റ്റ് ഡേ ഫാൻ ഷോ ആണ് ഞാൻ പോയി കണ്ടത്. ഞാൻ അങ്ങനെ ഫാൻ ഷോ പോയി കാണാറില്ല, ഭയങ്കര കുറവാണ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തോ ഇത് കാണാൻ തോന്നി പോയി കണ്ടു, അത്ര തന്നെയാണ്. ഓക്കെ, ആദ്യമേ പറയാം, സിനിമ കണ്ടിട്ടില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോക്കോ, സ്പോയിലർ ആയിരിക്കും. ഇതിൽ കഥ സ്പോയിലർ പറയാനൊന്നുമില്ല, പക്ഷേ കുറേ മൊമെൻറ്റ്സ് ഉണ്ട് അതിൽ ആഡ് ചെയ്യാനായിട്ട്. അതായത് കുറേ കാര്യങ്ങൾ പറയാം. ഓക്കെ, ഞാൻ ആദ്യമേ പറയുന്നു, സ്പോയിലറാണ്, സ്കിപ്പ് ചെയ്ത് പോക്കോ. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റെഫറൻസ് മൂവിയാണ്. അതായത് പല സിനിമകളിൽ നിന്ന് പലതരം റെഫറൻസുകൾ അതിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ദിലീപിൻ്റെ പടങ്ങൾ. അത് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അതുപോലെ ലാലേട്ടൻ്റെ പടങ്ങളും ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ കൂടുതലും ദിലീപിൻ്റെ പടങ്ങളാണ് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് 90s കാലഘട്ടത്തിൽ നമ്മൾ അത്യാവശ്യമല്ല, നല്ല രീതിയിൽ എൻഗേജ് ചെയ്തിട്ടുള്ള പടങ്ങൾ, അതിൽ നിന്ന് കുറേ എലമെൻറ്റ്സ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന്, വാളയാർ പരമശിവത്തിൻ്റെ കുറേ സീൻസ് ഉണ്ട്, സീരിയസ്ലി ഗൂസ് ബംപ് സീൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ, ഇത് ഞാൻ ആദ്യം ഇതിൻ്റെ പോസിറ്റീവ്സ് ആണ് പറയുന്നത്. സിനിമയുടെ കുറേ റെഫറൻസ് ഉള്ളത് കൊണ്ട് നമുക്കെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇടയ്ക്ക് അജിത്തിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പുള്ളിയുടെ എന്തോ GBU, ഗുഡ് ബാഡ് അഗ്ലി. അത് ശരിക്കും പറഞ്ഞാൽ അജിത്തിൻ്റെ സിനിമകൾ എല്ലാം കണ്ടവർക്ക് അതിൻ്റെ ഓരോ സീൻ ബൈ സീൻസ് കാണിക്കുമ്പോൾ മനസ്സിലാവും. എനിക്ക് പക്ഷേ കുറേ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം അജിത്തിൻ്റെ പടങ്ങളൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, കുറവാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു മലയാളത്തിലോട്ട് വന്നപ്പോൾ നമ്മുടെ ദിലീപേട്ടൻ്റെ പടങ്ങൾ അറിയാമല്ലോ, പണ്ട് മുതൽ 90s. ഒന്നാമത്തെ കാര്യം, ഞാനൊരു 90s കിഡാണ്. പുള്ളിക്കാരൻ്റെ സിനിമകളാണ് കൂടുതലായിട്ട് കണ്ടു വളർന്നത്. അതായത് തമാശകളുള്ള സിനിമകൾ കണ്ടു വളർന്നത് ദിലീപേട്ടൻ്റെ പടങ്ങളാണ്. അപ്പോൾ അതിൽ ഓരോ സീൻ ബൈ സീൻസ് കാണിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഇത് ഇന്ന സിനിമയുടേതാണ്, അത് ഇന്ന സിനിമയുടേതാണ് എന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പം ഒന്നാമത്തത് വാളയാർ പരമശിവത്തിൻ്റെ 2-3 സീൻസ് ഉണ്ട്. അതിൽ ഒരു മറ്റേ ചഞ്ചലിൻ്റെ ഒരു ഐക്കോണിക് ഷോട്ട് ഉണ്ടല്ലോ, അതായത് ജിപ്സി ഇങ്ങനെ വരുന്നു, ബാക്കിൽ ഈ ലോറികൾ ഇങ്ങനെ ആടായി വരുന്ന ആ ഒരു ഷോട്ട് ഇതിലുമുണ്ട്. ഓക്കെ, എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഒരു ഷോട്ടിൽ ഗില്ലിയിലെ നമ്മളെ മറ്റേ വിജയുടെ പാട്ടാണ് ഇട്ടിരിക്കുന്നത്. സീന് ഷോട്ടായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഷോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതായിരുന്നു. ചഞ്ചലെന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ ലോറിയിൽ. കറക്റ്റ് ആ ഷോട്ട് എങ്ങനെയാണോ പണ്ടത്തെ മൂവിയിൽ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ ആദ്യം എടുത്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷോട്ട് ഇതായിരുന്നു. ഓക്കെ, രണ്ടാമത്തെ കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ, ഇൻ്റർവെൽ ബ്ലോക്കിൽ ഈ ഇൻ്റർവെൽ വരെയൊക്കെ പെട്ടെന്ന് പോകും. അതായത് 1 മണിക്കൂറേ ഉള്ളൂ ഈ ആദ്യത്തെ ഇൻ്റർവെൽ. അതിലൊന്നും അല്ല ലാലേട്ടൻ്റെ എൻട്രി എന്ന് പറയുന്നത്. ലാലേട്ടൻ്റെ എൻട്രി എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫാണ്. ഓക്കെ, ഫസ്റ്റ് ഹാഫിൽ പെട്ടെന്ന് പോകും. അതായത് കഥ ഇങ്ങനെ കൊണ്ടുപോയി, കഥയൊന്നുമില്ല, ഇങ്ങനെ മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടുപോകുന്നു, റിവഞ്ച്, അങ്ങനെ കുറച്ച് കഥകളേ ഉള്ളൂ. കഥയുടെ കാര്യം ഞാനൊന്നും പറയുന്നില്ല, കാരണം പറഞ്ഞാലും അതൊരു സ്പോയിലർ അല്ല. പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ എവിടെയെങ്കിലും ഞങ്ങൾക്ക് ആഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പം മുഖ്യമന്ത്രി തട്ടിക്കൊണ്ടുപോകുന്നു, പിന്നെ എവിടോട്ട് കൊണ്ടുപോകുന്നു, പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു പാട്ട്, അങ്ങനെ ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് പെട്ടെന്ന് അങ്ങ് പോകും. ഓക്കെ, ഫസ്റ്റ് ഹാഫ് പോകുന്നതിൽ ഭയങ്കര കുറച്ച് ലാഗൊക്കെ ആയിട്ട് തോന്നും. ഇത് ഇങ്ങനെയൊക്കെ കാണിക്കുന്ന, അതായത് അവർ പറഞ്ഞ പോലെ നോ ലോജിക് ഫിലിം, അങ്ങനെ ഇരുന്ന് കണ്ടുപോകണം, ഒരു ലോജിക്കും ആലോചിക്കരുത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ലാലേട്ടൻ ഇൻ്റർവ്യൂസിൽ കണ്ടതാണ്. അതിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നോ ലോജിക് ഫിലിം. ഓക്കെ, ഞാൻ അത് മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചാണ് കണ്ടത്. അതായത് ദിലീപ് ഇനി പറന്ന് പോയി ഒരാളെ ഇടിച്ചാലും, അല്ലെങ്കിൽ പറന്ന് സ്പേസിലോട്ട് പോയാലും ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ രീതിയിലാണ് ഇരുന്നത്. കാരണം നോ ലോജിക് ഫിലിം എന്ന് സിനിമയിൽ അഭിനയിച്ചവരും സിനിമ ക്രൂ മെമ്പേഴ്സ് ഉൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ട്. സോ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇരുന്നത്. ഓക്കെ, ഇൻ്റർവെൽ സമയത്തോടെ എത്തുമ്പോൾ ഒരു ഫൈറ്റ് ഉണ്ട്. എല്ലാവരും കാത്തിരുന്നൊരു ഫൈറ്റാണ്. കാരണം നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ്റെ പാട്ടുണ്ടോ എന്ന് എല്ലാവരും നോക്കിയിരിക്കെ വെച്ചൊരു ഫൈറ്റാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആ പാട്ട് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല, ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തുടങ്ങുമ്പോൾ വിചാരിക്കും ഈ പാട്ടില്ലല്ലോ എന്ന്. അതായത് നമ്മൾ ദിലീപിൻ്റെ തന്നെ 2-3 പാട്ട് ഇട്ടാണ് ഇങ്ങനെ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പാട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ റീൽസിലൊന്നും കണ്ട ആ ഒരു ഇമ്പാക്റ്റ് ഇല്ല ഒരു പാട്ടിനും. BGMൻ്റെ ഭയങ്കര ഒരു കുറവുണ്ടായിരുന്നു. കാരണം BGM ഇല്ല, ഈ പാട്ട്, ഈ സോന ഇട്ടതുപോലും അങ്ങോട്ട് നമുക്ക് ആ ഒരു ഗൂസ് ബമ്പ്, അങ്ങനെ എണീറ്റ് നിന്ന് ഏന്നൊരു വിളിക്കാൻ പറ്റുന്നില്ല. അതായത് പാട്ടിൻ്റെ ശബ്ദം കുറവും ക്യാരക്ടേഴ്സിൻ്റെ ശബ്ദം കൂട്ടിയും വെച്ചിട്ടുണ്ട്. ക്യാരക്ടേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് ശബ്ദം ഉണ്ടാക്കുന്നതാണ് കൂട്ടി വെച്ചേക്കുന്നത്. അതുപോലെ ഈ സോന എന്ന പാട്ട് DJ മിക്സ് ചെയ്താണ് ഇട്ടേക്കുന്നത്.
ഓക്കെ, അതിൽ കാണാൻ പറ്റും, നിങ്ങൾ ട്രെയിലറിൽ ശ്രദ്ധിക്കാൻ മനസ്സിലാവും. ഈ റിയാസ് ഖാൻ വന്നിറങ്ങുന്ന ഒരു പോർഷനിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് ഇടുന്നത്. റിയാസ് ഖാൻ DJ ആയിട്ട് വന്നിട്ട് വലിയ ആ DJയിലകത്താണ് പാട്ട് ഇടുന്നത്. ആ ഫൈറ്റിൻ്റെ ഇടയിലാണ് കാണിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ലാലേട്ടൻ്റെ പാട്ട് ഇടുന്നുണ്ട്. ഈ ഒരു പാട്ട്, എല്ലാ പാട്ടും അത്യാവശ്യം കേട്ടിരിക്കാൻ കൊള്ളാം, ചുമ്മാ ഒരു DJ പോലെ കേട്ടിരിക്കാൻ കൊള്ളാം. പക്ഷേ എണീറ്റ് നിന്ന് കൈയടിക്കാൻ ആ ഒരു ആവേശം കിട്ടുന്നില്ല അങ്ങോട്ട്. സത്യം പറഞ്ഞാൽ ഇൻ്റർവെൽ ബ്ലോക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ ഗൂസ് പമ്പ് സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെക്കായിരുന്നു. പ്രത്യേകിച്ച് ഈ സോന പാട്ടും കൂടെ, ആ മിഴിമോന നെഞ്ചിൽ കൊണ്ടു, അത് തൊട്ട് തുടങ്ങണമായിരുന്നു. പക്ഷേ ഇവരങ്ങനെ ഒന്നും തുടങ്ങിയില്ല. ഇങ്ങനെ വന്ന് നിൽക്കുന്നു, ഫൈറ്റ് ചെയ്യാൻ പോയി. ഫൈറ്റ് തുടങ്ങുമ്പോൾ തന്നെ ഇടുന്നത് നമ്മുടെ മറ്റേ ഇല്ലേ, രാഗവീണു. ഓക്കെ, ഞാൻ പാട്ട് പാടുന്നില്ല, പാട്ട് പാടി വിറപ്പിക്കുന്നില്ല. മറ്റേ മിസ്റ്റർ ബട്ട്ലറിൻ്റെ പാട്ട് അതിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ അത് കേട്ടിട്ട് പോലും എല്ലാവരും വിളിക്കുന്നുണ്ട്, പക്ഷേ പെട്ടെന്ന് അങ്ങ് അണഞ്ഞു പോവുകയാണ്. അതായത് ഇടിയിലൊരു ഇമ്പാക്റ്റ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു ഡിസപ്പോയിൻറ്റ് എനിക്ക് തോന്നി കേട്ടോ. കാരണം അത്യാവശ്യം നല്ല ഷോട്ട്സുകളുണ്ടായിരുന്നു ഇതിൽ, അത്യാവശ്യം നല്ല ഷോട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതൊക്കെ ചെയ്തവർ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നല്ലൊരു ഇൻ്റർവൽ ബ്ലോക്ക് സെറ്റ് ചെയ്ത് വയ്ക്കുമായിരുന്നു. കഥയുടെ കാര്യമല്ല പറയുന്ന, ഇൻ്റർവൽ ബ്ലോക്ക് എൻ്റെ മോനെ അതൊരു മാസ സാധനം തന്നെയായിരിക്കും. ഈ ഇൻ്റർവൽ ബ്ലോക്കിന് മുമ്പാണ് ഞാൻ പറഞ്ഞ ഐക്കോണിക് ഷോട്ട് വരുന്നത്. ഏത്, നമ്മുടെ വാളയാർ പരമശിവത്തിലെ ആ ജിപ്സി ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ പിറകെ ചഞ്ചൽ ഇങ്ങനെ കയറി വരുന്നത്, ആ ഒരു സീന് ഷോട്ട് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഫൈറ്റിലോട്ട് വരുന്നത്. അത് ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയിപ്പോയി എനിക്ക്. കാരണം ഈ സോന പാട്ടുമുണ്ട്, പാട്ടുണ്ടായിട്ട് പോലും നമുക്കൊരു ഇമ്പാക്റ്റ് തോന്നുന്നില്ല. നമ്മൾ റീൽസിൽ കാണും പോലെയല്ല, അത് മൈൻഡിൽ വെച്ച് പോകരുത്. ആ പാട്ടല്ല അവർ ആഡ് ചെയ്തേക്കുന്നത്, ഏതോ ഒരു കുറേ വൃത്തികെട്ട ഒരു DJ രീതിയിലാണ് അത് ആഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ OG ലാലേട്ടൻ വരുന്നത്. ആകെ ഇച്ചിരി കുറച്ച് ഷോട്ടുകളേ ഉള്ളൂ. പക്ഷെ എൻ്റെ മോനെ, പുള്ളിക്കാരൻ വരുമ്പോൾ ആ ഫ്രെയിം തന്നെ അങ്ങ് മാറുകയാണ്. എൻട്രിയൊക്കെ പറയാതിരിക്കാൻ വയ്യ. ബീജം ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ എൻട്രിയിൽ ഞാൻ ബീജം കേട്ടില്ല. അമ്മാതിരി ബഹളമായിരുന്നു ഈ തിയേറ്ററിൻ്റെ അകത്ത്. അത്രയും ബഹളം ആ ഒരു പടം തുടങ്ങി ലാലേട്ടൻ എത്തുന്ന വരെ അത്രയും ബഹളമില്ലായിരുന്നു. ലാലേട്ടൻ വന്ന് കയറി, എൻ്റെ മോനെ പറയാതിരിക്കാൻ വയ്യ. തിയേറ്റർ ഫ്ലിപ്പായി. കാരണം ഏത് ബീജമാണ് ഇട്ടതെന്ന് പോലെ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി ബഹളം. കാരണം അമ്മാതിരി ഒരു സ്ക്രീൻ പ്രസൻസാണ് പുള്ളിക്കാരൻ വന്നത്. ആ മീശയൊക്കെ പിരിച്ച് ആ രാവണപ്രഭുവിൽ ഈ കൈ കറക്കിയ ഒരു വരക്കം ഉണ്ടല്ലോ, ആ ഒരു വരക്കം മാൻ. ബാക്കിലൊക്കെ ലോഡെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ദൈവം എന്ന രീതിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സീനായിരുന്നു. ബ്ലാക്കൊക്കെ ഇട്ട് വന്ന് ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു അതിൻ്റെ അകത്ത് ലാലേട്ടൻ. പിന്നെ ടിപ്പിക്കൽ കഥകൾ തന്നെയാണ്. ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണ്ടയാണ്, ഗില്ലി ദാദ അങ്ങനെ എന്തോ ആണ് പുള്ളിക്കാരൻ്റെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഗില്ലി യൂണിവേഴ്സിറ്റി എന്നാണ് പുള്ളിക്കാരൻ്റെ ഇത് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് പുള്ളിക്കാരൻ ഇട്ട് വെച്ചേക്കുന്നത്. ഓക്കെ, അതിൽ പിന്നെ വിജയുടെ റെഫറൻസ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ CID മൂസയുടെ കാറ്, രാജമാണിക്യത്തിലെ കാറ്, നമ്മുടെ ഗില്ലിയിലെ കാറ്, പിന്നെ പിന്നെ പയ്യയിലെ കാറ്, അങ്ങനെ കുറച്ച് ഐക്കോണിക് കാറുകളുണ്ടല്ലോ. കാറുകൾ കാണുമ്പോൾ നമുക്ക് സിനിമകൾ മനസ്സിലാവില്ല, അങ്ങനെ കുറേ സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ഞാൻ അതാണ് പറഞ്ഞത്, റെഫറൻസ് കുറേ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ദിലീപിൻ്റെയും മോഹൻലാലിൻ്റെയും മൂവീസൊക്കെ നമുക്ക് മനഃപ്പാടമായിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്കിത് കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത് ഇന്ന സീനാണ്. ഈവൻ സ്ഫടികത്തിലൊരു ചെറിയ റെഫറൻസ് വരെ ഉണ്ട്. ആ ലോറി കൊണ്ട് നിർത്തുമ്പോൾ മറ്റേ സ്ഫടികം ഉണ്ടല്ലോ, ആ നമ്മളെ ഈ സ്ഫടികം സിനിമയിൽ ലോറിക്കകത്ത് കറങ്ങുന്നൊരു സാധനം ഉണ്ടല്ലോ, അതുവരെ അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ലൈക്ക് നമുക്കിങ്ങനെ കണ്ടിറങ്ങുമ്പോൾ ഒരു തൃപ്തി തോന്നുമല്ലോ, അങ്ങനെ രീതിയിൽ ഈ സിനിമ എടുക്കുമായിരുന്നു. ഓക്കെ, ഈ ആദ്യം തന്നെ ദിലീപിന് 2 എൻട്രി ഉണ്ട്. ഓക്കെ, അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. 2 എൻട്രി, അതായത് ഒന്നാമത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ സാധാ ഒരു എൻട്രി മീൻസ് ഇങ്ങനെ വണ്ടിയിൽ വന്നിറങ്ങുന്നു, അതിലും വാളയാർ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, വാളയാർ ട്രേഡ് ആൻഡ് കോ എന്നൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോഴേ മനസ്സിലാവും റെഫറൻസ് പടമാണെന്ന്. അപ്പോഴും കുറേ കയ്യടിയും ബഹളമൊക്കെ കിട്ടി. എന്നിട്ട് ഈ ദിലീപ് റിവീലായ ശേഷം പിന്നെ ഈ ആളുകളൊക്കെ, അതായത് ദിലീപിൻ്റെ കൂട്ടരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ദിലീപിൻ്റെ പടം ഇങ്ങനെ വരയ്ക്കണത് ഭയങ്കര മാസമായിട്ട് കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സീന്, അതായത് ഈ പടം വരയ്ക്കുന്ന സീൻ ആദ്യം കാണിച്ചിട്ട് ഫ്ലാഷ് ബാക്ക് ആയിട്ട് ഈ മന്ത്രിയൊക്കെ തട്ടിക്കൊണ്ട് പോയിരുന്നത് കാണിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഓക്കെ, പിന്നെ എന്താ പറയുള്ളത്, ഓക്കെ ഓക്കെ ഇതിനും സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അതാണ് എനിക്കറിയില്ല സെക്കൻഡ് പാർട്ടിന് എങ്ങനെയാണ് എടുക്കാൻ പോകുന്നതെന്ന്. ഈ പാട്ട്, അതായത് ഈ പാട്ട് ഇറങ്ങിയ ഭയങ്കര കോൺട്രവേഴ്സി ആയല്ലോ, അതായത് കൊള്ളത്തില്ല ആ രീതിയിലൊക്കെയാണല്ലോ പറഞ്ഞത്, അഴിഞ്ഞാട്ടം. ശരിക്കും പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു പാട്ട് ഇറക്കിയത്.
കാണുമ്പോൾ മനസ്സിലാവും. അവസാനം സെക്കൻഡ് പാർട്ട് ഉള്ളത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാട്ട് ആ രീതിയിൽ ഇറക്കിയത്. ഓക്കെ, ഇത്രയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യാനില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു വൺ ടൈം വാച്ചബിൾ. കുറേ ഗൂസ് ബം മൂമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യായിരുന്നു. നല്ലൊരു BGM-ഉം അത്യാവശ്യം കുറച്ചുകൂടെ നല്ലൊരു എഡിറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും എഡിറ്റർ ആയാലും മൊത്തത്തിലുള്ള മ്യൂസിക് ആയാലും എല്ലാ രീതിയിലും കുറച്ചുകൂടെ അപ്ലിഫ്റ്റ് ചെയ്യുമായിരുന്നു ഈ സിനിമയെ. അതായത് ജയിലർ സിനിമ നമ്മൾ കണ്ടതാണ്, അതിൽ മനസ്സിലാവും BGM എത്രത്തോളമാണ് ഒരു സിനിമയെ ലിഫ്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി BGM അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. BGM ഉണ്ടായിരുന്നെങ്കിൽ കുറേ ഗൂസ്ബം മൂവ്മെൻറ്റ്സ് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വയ്ക്കുമായിരുന്നു. പിന്നെ ഒരു നല്ലൊരു എഡിറ്ററും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ഒരു സാധനം കിട്ടിയേനെ നമുക്ക്. ഇൻ്റർവൽ ബ്ലോക്ക് അത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കിണ്ണം കാച്ചി സാധനങ്ങൾ ചെയ്ത് വയ്ക്കുമായിരുന്നു, കിണ്ണം കാച്ചിയ. പക്ഷേ ഒരു ഇത് ഇമ്പാക്റ്റ് കിട്ടുന്നില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമാണ് അങ്ങനെ. എൻ്റെ കൂട്ടുകാരാണ് അപ്പുറത്തും ഇപ്പുറത്തും വരുന്നത്. അങ്ങനെ ഞാൻ ചോദിച്ചടാ, ഈ ഇൻ്റർവെൽ സീന് കണ്ടിട്ട് എന്തെങ്കിലും തോന്നിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ ആ ഒരു സോന പാട്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ അടിച്ചു മുഴക്കി അങ്ങ് കേട്ടുമായിരിക്കുമെന്ന്. പക്ഷേ അല്ല, ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പാട്ട് പോകുന്ന, അതായത് നമ്മൾ ഈ അനൗൺസ്മെൻറ്റിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് പാട്ട് ഇടൂലേ, അതുപോലെ ഇങ്ങനെ കേട്ട് പോകണതല്ലാതെ ഫൈറ്റിനനുസരിച്ച് പാട്ട് വരുന്നില്ല. അതായത് ഓരോ ഇടി ഇടിക്കുമ്പം ആ പാട്ട് അതിനനുസരിച്ച് ഒരു 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 ഇമ്പാക്റ്റ് തരണം, എങ്കിലേ നമുക്കിങ്ങനെ അടുത്തത് വരട്ടെ എന്നൊക്കെ ഒരു എണീറ്റ് നിന്ന് കൈയടിക്കാനൊക്കെ തോന്നുള്ളൂ. ആകെ എനിക്ക് ഗൂസ് ബം മൂമെൻറ്റ് കിട്ടിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്ന് ലാലേട്ടൻ വന്നത്, രണ്ടാമത് ആ ചഞ്ചൽ മറ്റേ ആ ലോറി വരുന്നതും ഈ ജിപ്സിയുടെ ഷോട്ടും നമ്മുടെ വിജയിയുടെ പാട്ടും. ഇത്രയും ഈ രണ്ട് സാധനത്തിലാണ് ഗൂസ് ബം മൂമെൻറ്റ്സ് എന്ന് പറയാനായിട്ട്. പിന്നെ ഇതിൽ കാണിക്കുന്നത് പഴയ കാലഘട്ടം പോലെ കാണിക്കുന്നുണ്ട്, എന്നാൽ പുതിയ ഗാഡ്ജറ്റ്സുകളും അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് ഒരാളുടെ കയ്യിലൊരു ഫോണില്ല. അതായത് ഇപ്പോഴത്തെ കാലഘട്ടം അറിയാലോ, ഇപ്പോഴത്തെ കാലഘട്ടമാണ് അതിൽ കാണിച്ചു പോകുന്നത്. ഇടയ്ക്ക് കാണിക്കുന്നത് അങ്ങനെയാണ്, ഇടയ്ക്ക് കാണിക്കുന്നത് പണ്ടത്തെ കാലമാണ്. അതിൽ തട്ടിക്കൊണ്ട് പോകുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഫോൺ ഇല്ല. ഇപ്പോഴറിയാലോ, എവിടെ വന്നാലും നമ്മൾ ഈ ഫോൺ വെച്ചാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഇത്രയും വലിയൊരു സെൻസേഷനായുള്ള ന്യൂസ് വന്നിട്ട് അതായത് ക്യാമറ ഇല്ല അവിടെ നിന്ന്. അവർ പറയുന്നത് CCTV ഒന്നും വർക്കാവുന്നില്ല. ഓക്കെ ഫൈൻ, പക്ഷേ ഇങ്ങനൊരു പ്രശ്നം നടക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വെച്ചിട്ട് എല്ലാവരും ക്യാമറ ഓണാക്കി വീഡിയോ എടുക്കും. അങ്ങനെ ഒരു വീഡിയോ പോലും പോലീസിന് കിട്ടിയില്ല എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, നോ ലോജിക് ഫിലിം. അതുകൊണ്ട് ഞാൻ അങ്ങ് വിട്ടു. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇതുപോലെ കുറേ ലോജിക് ഇല്ലാത്ത സാധനങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് പോവുക, ലോജിക് ഇല്ലാത്തൊരു പടം കാണാൻ പോവുകയാണ്. പോയി കാണുന്നു. ഇത്രയും വെച്ചുകൊണ്ട് പോവുക കാണുന്നവരുണ്ടെങ്കിൽ. ഓക്കെ, സോ യെസ്, ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ